ഉണ്ടായില്ല. മാത്സ് ഇതായപ്പോൾ തന്നെ ഒരുവിധം ഫ്ലോപ്പായ എക്സാം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ആയപ്പോൾ തന്നെ എൻ്റെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി. 2 ദിവസം തകർന്നിരിക്കുകയായിരുന്നു. പിന്നെ 4 ദിവസം നമുക്ക് മുടക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫിസിക്സിൻ്റെ സമയത്ത്. 4 ദിവസത്തിൽ 3 ദിവസം ഞാൻ ഉറങ്ങിയും തിന്നും സിനിമ കണ്ടും കഴിഞ്ഞു. ഇന്നലെ കുത്തി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം നല്ലൊരു എക്സാമായിരുന്നു, നന്നായി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഫിസിക്സ് ആണ് നാളെ. ആ കാര്യം എനിക്കറിയത്തില്ല, ബട്ട് നമുക്ക് ട്രൈ ആക്കണമല്ലോ. മീൻസ് എന്തായാലും ഈ ഒരു അത് കഴിഞ്ഞ് പോകണം. അതിന് ശേഷം നമുക്കിനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന പാഠങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ളത് അപ്പോൾ എനിക്ക് വെക്കേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാനിത് വെറുതെ ഓടിച്ചു പോയിട്ട് വലിയ കാര്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ ആ ഒരു വീഴേണ്ടത് വിട്ടിട്ട് എനിക്ക് പറ്റണേ ഞാൻ പഠിക്കുന്ന അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതായിരിക്കും ഏറ്റവും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എക്സാം വളരെ നല്ലതായിരുന്നു. സോ ഗുഡ്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തതിൽ ഒരു സന്തോഷം ഇതാണ്, കാരണം ബയോ സയൻസുകാർക്ക് അത്യാവശ്യം പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. തന്നെ എല്ലാവരുടെ എനിക്കറിയില്ല കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഈ പെട്ടിയെ ഞാൻ മോഡ് വരികയാണ്. അപ്പോൾ ഞാൻ ഈ മൗസ് മോഡ് വരുന്നില്ലേ, ഇതാണ് സിറ്റുവേഷൻ. ചോദ്യം, ഈ പെട്ടി മൗസിന്റെ മോഡ് റൈറ്റിലേക്കാണ് ലെഫ്റ്റിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. അതിൽ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മാറ്റം വരുന്നത്. വളരെ സിമ്പിൾ ആണ്. 4 ദിവസം വെറുതെ ഇരുന്ന് തിന്നും കുടിച്ച് എന്നെപ്പോലെ തന്നെയാണോ നിങ്ങൾ ഇരുന്നെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം ഫിസിക്സ്, 2 ദിവസം CS. അപ്പോൾ CS പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഫിസിക്സ് പരീക്ഷ, അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ. പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരു തുടക്കം കിട്ടിയില്ല. സോ ഒടുക്കം ഇങ്ങനെ മുജിച്ചിരിക്കുന്നു. സോ തുടക്കം കിട്ടിയില്ലെങ്കിലും പോയി ഇന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനുള്ള ഗുണപ്പെട്ടം. ഇപ്പം എന്തായാലും ഫുള്ള് കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഞാൻ പറയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ കഴിഞ്ഞു. ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവർ ഇപ്പോൾ കഴിയും. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിയുമോ എന്നുള്ളത് ദൈവത്തിനറിയാം. പിന്നെയുണ്ട് 4-5 യൂണിറ്റ്. ഞാൻ എവിടെ കൊണ്ട് കളയും? 11 യൂണിറ്റ് 4 ദിവസം മുടക്കണ്ടായിരുന്നു. 11 യൂണിറ്റ് അവർ പഠിക്കണം. ഞാനിപ്പോൾ നന്നായി ചിന്തിക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് എടുത്താൽ മതിയായിരുന്നു. എന്തിന് സയൻസ് എടുത്തു? പിന്നെ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു കണക്കാണ്. കാരണം എനിക്ക് ഇന്ന് ലോയറാവാൻ തുടങ്ങിയാൽ ഞാൻ നാളെ ടീച്ചറാവും. തുടങ്ങിയാൽ അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ കളക്ടറാവും. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു പോക്ക്. ആ പോക്കിൽ പോയാൽ ഇതാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് സയൻസ് എടുക്കാം. അതാകുമ്പോൾ ആർട്സിൽ പോവാം, സയൻസിൽ പോവാം, എന്തിൽ വെള്ളം പോവാം. ഷോ അപ്പോൾ അത് ബുദ്ധിയല്ലേ. 2 വർഷം കഷ്ടപ്പെടണം, പെടും, നന്നായി കഷ്ടപ്പെടും. പക്ഷേ ഫിസിക്സ് പഠിക്കാം, അതാണ് നല്ലത്. അല്ലേ വാചകടിക്കുന്നതേ ഉള്ളൂ. ഇല്ല, നമുക്ക് കുറച്ച് സെറ്റാം, ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. പഠിച്ച സബ്ജക്റ്റെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോകണം. ബാക്കി ഇപ്പോൾ പഠിക്കാത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഹലോ ഗായ്സ്, അതവിടെല്ലാം മുൻചാച്ചിങ്ങനെയാന്ന് തോന്നുന്നു. എൻ്റെ ഇപ്പോൾ ലാസ്റ്റത്തെ 4 യൂണിറ്റ് ഇപ്പം മൊത്തം എത്ര യൂണിറ്റ് ആണ്? 10-11 യൂണിറ്റ് ഉണ്ട്. ഇതിൽ 6ാമത്തെ ഗ്രാവിറ്റേഷൻ വരെയാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല, പഠിച്ചിട്ടുണ്ട്. നെറ്റ് റൊട്ടേഷൻ മോഷൻ, ഫ്ലൂയിഡ്സിൻ്റെ തെർമൽ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, ഇതൊന്നും എനിക്ക് എന്താ ചെയ്യണ്ടേ, എവിടെ നിന്നാ തുടങ്ങണ്ടേ, എനിക്കൊന്നും മനസ്സിലാവാനില്ല. കുറേ നേരം ഞാൻ ഇരിക്കണു, പക്ഷേ എനിക്ക് എന്തോ പഠിച്ചിട്ട് കിട്ടാണ്ടാണോ അറിയില്ല. നല്ല അവസ്ഥയാണ്, വളരെ നല്ല അവസ്ഥയാണ്. സോ നമുക്ക് പഠിപ്പൊക്കെ താളം തെറ്റി കിടക്കുകയാണ്. 4 ദിവസം
4 ദിവസം ഞാൻ വെറുതെ കുത്തിരുന്ന് കളഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മാത്രമാണ് എങ്ങനെ, അതോ ഇവിടെയുള്ള എല്ലാ പിള്ളേരും എങ്ങനെയാണോ? ഹലോ ഗായ്സ്, നമ്മളുടെ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ ഒന്നും നല്ലതൊന്നല്ലായിരുന്നു, പക്ഷേ പരീക്ഷ കഴിഞ്ഞു. എല്ലാ പരീക്ഷയും കഴിഞ്ഞു. ഇത്ര 2 ആഴ്ച ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചിട്ടുണ്ടോല്ലെങ്കിൽ ദിവസങ്ങൾ. ഇന്നലെയും മാത്സ് പരീക്ഷയിൽ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാത്സ് പരീക്ഷ എൻ്റെ ഫുൾ ടെൻഷൻ ആയിരുന്നു. കാരണം ടഫാവും, അങ്ങനെ ഭയങ്കര പേടിയും ഇതൊക്കെ ആയിട്ട്. എന്നിട്ട് പേടി ഉണ്ടായിട്ട് ഞാൻ 4 ദിവസം വെറുതെ കളഞ്ഞു. ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു 2 ദിവസം നമ്മൾ ഫിസിക്സ് പഠിക്കും, ലാസ്റ്റ് 2 ദിവസം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും, വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ ചെയ്തിട്ട് ഫിസിക്സ് പഠിച്ചതൊക്കെ വെച്ച് ഞാൻ പിന്നെ പരീക്ഷ എഴുതുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ബട്ട് ഒന്നും നടന്നില്ല. ഒന്നും നടന്നില്ല. അങ്ങനെ ഒന്നും നടക്കാണ്ടായി. പക്ഷേ അവസാന നിമിഷം ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻസ്, ഞാൻ ഫിസിക്സ് പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നന്നായി പഠിച്ചു പോയവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതാവുന്ന ഒരു പരീക്ഷയായിരുന്നു. പക്ഷേ നന്നായി പഠിച്ചു വേണം. പിന്നെ ഞങ്ങളുടെ ബസ്സിൻ്റെ കാര്യം ചെറിയ സീനൊക്കെ, പിന്നെ ടെൻഷൻ കൊണ്ടും ഒക്കെ ഞാൻ പഠിച്ച 2-3 ഫോർമുലാസ് എങ്ങനെ എഴുതാൻ ഞാൻ മറന്നു. പിന്നെ കുറേ ഡിറവേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ റൊട്ടേഷണൽ മോഷൻ്റെ കുറച്ച് ഡിറവേഷൻസ്, അതിൻ്റെ കൂടെ തന്നെ മറ്റേ ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ അല്ലത്, അതുള്ള പാടത്തിലെ 3-4 ഡിറവേഷൻസ് എല്ലാം കൂടി പഠിച്ചപ്പോൾ ഏതാ എങ്ങനെയാ എവിടെയാ മറന്നുപോയി. ഒക്കെ ഡെറിവേഷൻസ് അങ്ങേറ്റം ഞാൻ മറന്നുപോയി. ഞാനേ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ കുഴപ്പമില്ല, ഞാൻ എഴുതി തുടങ്ങി കുറച്ചെത്തപ്പോൾ ഇനി എന്താ, പിന്നെ അടുത്തത് തുടങ്ങി, പിന്നെ ഇനി എന്താ, ആ അവസ്ഥയായിരുന്നു എനിക്ക്. ഈ ഡ്യൂറേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടി വരുമ്പോൾ മറന്നു പോകണടാ. എങ്ങനെ പറ്റണതൊക്കെ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. പിന്നെ ഞാൻ നാടകത്തിന് പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ക്ലാസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സും പിന്നെ അവിടെ നിന്നൊക്കെ വായിച്ചതും ഗൈഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ നാടകത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡിസ്ട്രിക്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റിന് വേണ്ടി കുറേ ക്ലാസ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ് പോയാലും കുറേ നോട്ട്സും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരുവിധം പറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഫിസിക്സ് ഓക്കെ ആയിരുന്നു, അല്ലാണ്ട് വലിയ നല്ലത് അതൊന്നും ഞാൻ പറയുന്നില്ല. കുഴപ്പമില്ല, എന്ത് പറയാൻ, കഴിഞ്ഞു. നമ്മൾ മറക്കല്ല. ഇനി 10 ദിവസം വെക്കേഷൻ അടിച്ചു പൊളിക്കുക. പിന്നെ എല്ലാവരോടുമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്താലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് കാണിച്ചിട്ടും സമയമില്ല. കാരണം ഇപ്പം വരും വലിയ പരീക്ഷ. അപ്പോൾ ഇരുന്ന് ഇതേപോലെ ശ്വാസം വലിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. എനിക്ക് പോയി പറയാനുണ്ട്. സോ വേണോ വേണ്ടെന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ചെയ്യാൻ വെച്ചിട്ടാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇനി എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതും ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം എൻ്റെ ഒരു 3-4 വീഡിയോസ് മീൻസ് എൻ്റെ എക്സാം വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് പഠിച്ചിരുന്നത്, ഞാൻ ഫുള്ള് പഠിച്ചിട്ടാണോ പോയേക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാം. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ പറ, അല്ലെങ്കിൽ നിങ്ങളുടെ പറഞ്ഞു തരൂ നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത്, ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. സോ പിന്നെ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു, പരീക്ഷകളൊക്കെ അടിപൊളിയായിരുന്നോ, വെക്കേഷൻ പ്ലാൻസ് എന്താണ് എന്നൊക്കെ പറയാം. പിന്നെ എനിക്ക് ക്രാഫ്റ്റ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. സോ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് ആയിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ ഇല്ലേ, ഞാൻ ഫിസിക്സ് പരീക്ഷയുടെ തലേന്ന് രാത്രി ഇരുന്ന് റീത്ത് ഉണ്ടാക്കി, ക്രിസ്മസ് റീത്ത്. എന്തിനെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കി. ഞാൻ ആലോചിക്കുക എന്താ സുഖമായിട്ടാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയതെന്ന്. പക്ഷേ രസമുണ്ട്. റീത്ത് ഇപ്പോൾ കാണാനില്ല, കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്ത് അങ്ങനെ ഇരിപ്പുണ്ടാവും. ഇനിയിപ്പോൾ അമ്മ അടിച്ചു കൂട്ടി കളഞ്ഞെന്തോ പഴയ റീത്ത ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയ്ക്കുള്ള ഇതൊക്കെയാണ് എൻ്റെ ഇത്. നമ്മുടെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സന്തോഷമായി ജീവിക്കാം. സോ പോട്ടാ, ഞാൻ ഇനി ആദ്യത്തെ പ്ലാൻസ് ഒക്കെ ആയിട്ട് വരാം.